മനുഷ്യൻ സിദക്കിയ. ഓ രണ്ടാമത്തെ മനുഷ്യനാണ് സിദക്കിയാവ്. യെരേമിയാവിൻ പുസ്തകം 38:14 சொல்லுகிறது. യിരെമ്യാ പ്രവാചക പുസ്തകം 38:14 ഇങ്ങനെ പറയുന്നു. യെരേമിയാവിടത്തിലെ இந்த സിദക്കിയ വந்தான். യിരെമ്യാ പ്രവാചകന്റെ അടുക്കൽ ഈ സിദക്കിയാവ് വന്നു. இந்த സിദക്കിയ അനേക ആലോചനകളെ യെരേമിയാവിടത്തിലെ കേട്ടാൻ. ഈ സിദക്കിയാവ് യെരമ്യാവ് എന്ന ദൈവമനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ഒരുപാട് ആലോചനകൾ ചോദിച്ചു. യെരേമിയ കൂറിനാർ, ഞാൻ சொன்னாலும் നീ കേൾക്ക മാട്ടേ. ആമേൻ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാലും നീ അത് കേട്ടനുസരിക്കാറില്ല. ഞാൻ சொல்லாட்டினாலும் എന്നെ വിടാ മാട്ടേ. നീ എന്റെ അടുക്കൽ വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയാതെ പോയാൽ നീ എന്നെ അസംഖ്യപ്പെടുത്തും, അഥവാ എന്നെ വിട്ടുകളയാറുമില്ല. അവൻ 21 വയസ്സിലെ രാജാവാக മാറിനാൻ. ഓ അവൻ 21ാമത്തെ വയസ്സിലാണ് രാജാവായിട്ട് അവൻ വാഴിക്കപ്പെട്ടത്. 11 വർഷം அரசாண்டான். ഓ 11 വർഷം മാത്രം അവൻ ഭരണം നടത്തി. ഇപ്പോൾ சரியாக അവனுக்கு 33 വയസ്സ്. ഇപ്പൊ ശരിക്കും അവന് 33 വയസ്സായി. അതേപോലെ യെരേമിയാ சொன்ன വാർത്തകൾ നിറവേറിയത്. ആമേൻ. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രവാചകനായ യിരെമ്യാവ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. അവരുടെ வாழ்க்கைയിൽ മനം തിരുമ്പാമൽ പോണപടിയിനാലേ, ഓ അവൻ കേട്ട വചനത്തിനനുസരിച്ച് ആമേൻ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് അവരുടെ வாழ்க்கைയിലെ യെരേമിയാ சொன்னது നിറവേറിയത്. അവന്റെ ജീവിതത്തിൽ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ വചനം വള്ളിപുള്ളി തെറ്റാതെ അങ്ങനെ തന്നെ നിറവേറി. അവൻ 2 വിലങ്ങുകൾ പോട്ട് പിടിക്കപ്പെട്ടാൻ. 2 കൊളുത്തുകൾ കൊണ്ട് അവൻ ബന്ധനായി പോയി, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടു. இப்பொழுது பாபிலோன் ராஜா சொல்லுகின்றான், நீ பார்க்க போகிற கடைசி காட்சி இதுதான். ഓ ഇപ്പോൾ ബാബേൽ സംസ്ഥാനത്തെ ഭരിക്കുന്ന രാജാവ് സിദക്കിയാവിനോട് പറയുന്നു, ഓ എന്നെ നോക്കുക, നീ നോക്കുന്ന അവസാനത്തെ കാഴ്ച ഇത് മാത്രമാണ്. അവൻ பார்த்துக்கொண்டிருக்கும் பொழுது அவருடைய குமாரர்கள் 2 பேர் அடுத்த ராஜாவாக மாறக்கூடியவர்களை கைதியாக கொண்டு வருகிறார்கள். ഓ സ്തോത്രം. ഇപ്പോൾ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്ക് ശേഷം രാജ്യഭരണം ഏറ്റെടുക്കേണ്ടുന്ന തന്റെ തലമുറകൾ 2 പേരെയും അവർ പിടിച്ചുകൊണ്ടുവന്നു. അവൻ பார்த்துக்கொண்டிருக்கும் பொழுது ஒரே வெட்டாக 2 பேரை வெட்டி சாய்க்கிறார்கள் கீழே. ഓ ഇപ്പോൾ അപ്പൻ തന്റെ മക്കളെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ മൂർച്ചയേറിയ വാളുകൊണ്ട് അവരൊരു 2 പേരുടെ തല വെട്ടിക്കളഞ്ഞു. ഇതോ യെരേമിയാ 52:10-11 അതിലെ നിങ്ങൾ വാസിച്ചു പാരുങ്ക. ഓ യിരെമ്യാ പ്രവാചക പുസ്തകം 52:10-11 വചനങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിക്കേ. അവൻ பார்த்துக்கொண்டிருக்கும் பொழுது 2 കുമാരர்கள் വെട്ടപ്പെട്ടാர்கள். അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ തന്റെ പുത്രന്മാർ 2 പേരുടെയും കഴുത്ത് വെട്ടപ്പെട്ടു, തല വെട്ടപ്പെട്ടു. அந்த ராஜா சொன்னானல்லவா, இது கடைசி காட்சி என்று. ഓ രാജാവ് എന്താ പറഞ്ഞേ? സിദക്കിയാവേ, നീ കാണാൻ പോകുന്ന ഏറ്റവും ഒടുവിലത്തെ കാഴ്ച ഇത് മാത്രമാണ്. പഴുക്ക കാഴ്ചയെ 2 കമ്പികളെ കൊണ്ടുവന്നാர்கள். ഓ അടുത്തെന്താ ചെയ്തെന്നറിയാമോ? ചുട്ടുപഴുപ്പിക്കപ്പെട്ട ഇരുമ്പ് കമ്പികൾ 2 എടുത്തോണ്ട് വന്നു. அப்படியே കണ്ണുകൾക്കുള്ளாக കുത്തിനാர்கள். അവൻ കുരുടാക്കപ്പെട്ടാൻ. ഓ സിദക്കിയാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അവന്റെ 2 കണ്ണുകളിലേക്ക് ആ ചുട്ടുപഴുപ്പിക്കപ്പെട്ട ഇരുമ്പ് കഷ്ണങ്ങൾ കുത്തി തുളച്ചു കയറ്റി. അവൻ வாழ்க்கை മുഴുവതുமாக സിறை ഖൈദിயாக അങ്ങേ പിടിക്കപ്പെട്ടു പോന. ഓ ഇവിടെ വായിക്കപ്പെടുന്നു, അവൻ ജീവിതാവസാനം വരെ കാരാഗ്രഹത്തിന്റെ ഉൾമുറിക്കകത്ത് ബന്ധിക്കപ്പെട്ട നിലയിൽ അവൻ തുടരേണ്ടി വന്നു. ഇന്നേക്ക് നിങ്ങളും നാനും രാജാക്കളെ പോലെ വാഴ വേണ്ടിയവர்கள். ഓ എന്നെ കേൾക്കുന്ന പ്രിയ കർത്തൃദാസന്മാരെ, ദൈവജനമേ, നമ്മൾ രാജകീയ നിലയിൽ ജീവിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഇതോ നമ്മുടെ வாழ்க்கையிலே சிறைப்பட்டு போன അനുഭവത്തോട് வாழ்ந்து கொண்டிருக்கிறோம். എന്നാൽ അങ്ങനെയുള്ള അനുഭവം ജീവിക്കാൻ നമുക്ക് കഴിയാതെ എന്തോ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ ഒതുങ്ങിപ്പോയ നിലയിലല്ലയോ ഇന്ന് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ വേദത്തെ മറന്നായി, ഞാൻ എഴുതി കൊടുത്ത വേദത്തെ മറന്നായി. ഓ വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ എന്റെ വചനത്തെ മറന്നു കളഞ്ഞതിനാൽ ആകവേ ഉൻ പിള്ളകളെ ഞാൻ മറന്നു പോണേ, ഞാൻ നിന്റെ തലമുറകളെ മറന്നു കളയും. ഓസിയ 4:6 சொல்லுகிறது. ഹോശയ്യ പ്രവാചക പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു. എഴുതി വയ്ത്തുக் കൊള്ളുങ്ങൾ. ഓസിയ 4:6. എന്റെ പ്രിയരെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കണേ. ഹോശയ്യ 4:6 ഇങ്ങനെ പറയുന്നു, നീ എൻ വേദത്തെ മറന്നായി, നീ എന്റെ വചനങ്ങളെ മറന്നതിനാൽ, என்னுடைய வார்த்தைகளை மறந்து போனாய், നീ എന്റെ വചനങ്ങളെ മറന്നതുകൊണ്ട്, ஆகவே நான் உன் பிள்ளைகளை மறந்து விட்டேன். നീ എന്റെ വചനങ്ങളെ മറന്നതുകൊണ്ട് ഞാൻ നിന്റെ സന്തതികളെ, നിന്റെ മക്കളെയും മറന്നു കളയും. നാം എല്ലാവരും വാനത്തിലിருந்து പൊത്തെன்று വിழுந்தவர்கள் அல்ல. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ആരും സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഭൂമിയിൽ ആമേ സ്തോത്ര വീണവരല്ല, അല്ലെങ്കിൽ മുളച്ചു വന്നവരല്ല. 20 வருஷத்துக்கு முன்பு 30 வருஷத்துக்கு முன்பு நம்முடைய வாழ்க்கை தரம் கீழான குப்பையில் தான் இருந்தது. ഓ 20 വർഷത്തിന് മുൻപ് 30 വർഷത്തിന് മുൻപ് നമ്മുടെ ജീവിതത്തിന്റെ ആരവം പൊടിപടലത്തിന്റെ ഇടയിലല്ലയോ ആയിരുന്നത്. ஆனால் இன்றைக்கு மேன்மை வந்து விட்டது, பணம் வந்து விட்டது, பதவி வந்து விட்டது, ஆசீர்வாதம் வந்து விட்டது, வீடு வந்து விட்டது, கார் வந்து വിട്ടത്, എല്ലാം വന്നു വിട്ടത്. ഓ ഇന്ന് നോക്കിക്കാട്ടെ, സ്ഥാനമാനങ്ങൾ വന്നു, കയറ്റങ്ങൾ വന്നു, ഉന്നമനങ്ങൾ വന്നു, ഉയർച്ചകൾ വന്നു, ആമേ പണം വന്നു, സമ്പത്ത് വന്നു, വീട് വന്നു, കാർ വന്നു, ആമേ ധനം വന്നു, ബന്ധങ്ങൾ വന്നു. എന്നാൽ 30 வருடங்களுக்கு முன்பாக ஆண்டவரே என்று நாம் முழங்கால் படியிட்டபடினால் தான் இந்த உயிரே வழியே, വേറൊന്നുമേ ഇല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ തിരിച്ചറിയുക, ഓ സ്തോത്ര, വർഷങ്ങൾക്ക് പുറകിൽ ഒന്നുമില്ലായ്മയുടെ നടുവിൽ ആമേ സ്വർഗത്തിലെ ദൈവത്തിന്റെ തൃപ്പാദമിടത്തിങ്കൽ സ്വർഗത്തിലെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആമേ നിഷ്പക്ഷമായ മനോഭാവത്തോടെ മുട്ടുമടക്കിയത് കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ മാത്രമാണ് ഇന്ന് നാം പ്രാപിച്ചിരിക്കുന്ന നന്മകൾ. സിദെക്കിയാവുടെ പിള്ളകൾ വെട്ടപ്പെട്ടു പോനാர்கள். സിദെക്കിയാവിന്റെ മക്കൾ രണ്ടുപേരും മൂർച്ചയേറിയ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തപ്പെട്ടു. എത്രனை പിള്ളകൾ ഉങ്ങളെ വിട്ടു ഓടി പോനാர்கள். ഓ എത്ര മക്കള് മാതാപിതാക്കളിൽ നിന്ന് ആമേ സ്തോത്ര വേർപെട്ടു പോയത്. நீங்கள் ஊழியத்திலே பின்வாங்கி போனபடியால், வேதத்தை மறந்து போனபடியால், ஆண்டவரை மறந்து போனபடியால் எத்தனை பிள்ளைகள் உங்களுக்கு തലകുനിவை ഉണ്ടാക്കി இருக்கிறார்கள். ഓ ഇന്ന് രാത്രി വളരെ ആമേ സ്തോത്ര വേദനയോടെ ഈ വാക്കുകൾ പറയട്ടെ. കർത്താവിന്റെ വേലയെ നിങ്ങൾ ആമേ ശുഷ്കാന്തി കാണിക്കുന്നത് മറന്നതുകൊണ്ട്, ദൈവവുമായി ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോയത് കൊണ്ട്, വചനത്തെ മറന്നുകൊണ്ട്, ഉപദേശങ്ങളെ മറന്നതുകൊണ്ട് ഇന്ന് തലമുറകൾ നഷ്ടപ്പെട്ടു പോയി. ആമേ കുടുംബ വലിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. എത്ര പേർ കണ്ണീരോട് കൂടെ ഉட்கார்ந்திருக்கிறீர்கள். ഇന്ന് രാത്രി എത്ര മാതാപിതാക്കൾ ഇതിനകത്ത് മറ്റാരോടും പറയാൻ പറ്റാതെ ഹൃദയം കൊണ്ട് വിതുമ്പലോട് കണ്ണുനീരോട് ഇന്ന് രാത്രി നിറകണ്ണുകളുമായി ഇതിനകത്തായിരിക്കും. உங்களுக்கு எல்லாம் இருக்கிறது, இப்பொழுது സമാധാനം இல்லை. ഓ ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാമുണ്ട്, പക്ഷേ സമാധാനം, സന്തോഷമില്ല. ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ சிறைப்பட்டு போன അനുഭവത്തിൽ വന്നിരിக்கிறீர்கள். കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയെ പോലെ ആയി തീർന്നിരിക്കുന്നു. அப்படி வந்திருக்கிற സഹോദരനേ സഹോദരിയേ, അങ്ങനെയുള്ള അനുഭവത്തിലായിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, കർത്തരുടെ ആവിയാനവരോട് കൂടെ பேசுகிறார். ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് താങ്കളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് കൂടെ കർത്തർ பேசுகிறார். ഓ നിന്റെ ഹൃദയത്തോട് കർത്താവ് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഇടപെടുകയാണ്. മനം തിരുമ്പ. ഓ ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. പഴയ வாழ்க்கை നീ പുതുപ്പിക്കുക. ഓ നിന്റെ പണ്ടത്തെ ജീവിത നിലയിലേക്ക് നീ മടങ്ങി വരിക. നീ ഇളന്നു പോണ അഭിഷേകത്തെ പുതുപ്പിക്കുക. ഓ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആത്മീക അഭിഷേകത്തെ, കൃപാവരങ്ങളെയും ഇന്ന് രാത്രി തിരികെ പ്രാപിക്കുക. പുതുപ്പിക്കുക. ഓ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുനഃസ്ഥാപിക്കുക.